ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ PSC എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തുന്നവരാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ റിസൾട്ട് നമുക്കറിയാൻ പറ്റുന്നത് എക്സാം ഹാളിൽ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തുന്നു എന്നതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റാങ്ക് ലഭിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നത്, ഏത് സബ്ജക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു PSC എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള വസ്തുതകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. ഓക്കെ, നമ്മളിൽ പലരും ഈ PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലേ. ഒത്തിരി നാളത്തെ ഹാർഡ് വർക്കാണ് നമ്മുടെ PSC എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിപ്പറേഷൻസ്, നമ്മുടെ ഹാർഡ് വർക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സമയത്തെ, നമ്മുടെ എക്സാമിൻ്റെ സമയത്തെ നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത്. എത്രത്തോളം നമ്മൾ പഠിച്ചാലും ആ ഒരു 1.25 മണിക്കൂർ നമുക്കത് ഔട്ട്പുട്ടായിട്ട് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആ പഠിത്തത്തിന് ഒരു റിസൾട്ട് ഇല്ലാതെ പോവുകയാണല്ലേ. അപ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു നല്ല സ്കോറിലോട്ട് എത്താനായിട്ട് പറ്റാത്തത്. അപ്പോൾ എക്സാമിന് കുറച്ച് മുന്നേ, എക്സാമിൻ്റെ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ. തീർച്ചയായിട്ടും എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളല്ല, റിവിഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടില്ല, അല്ലോ അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല എന്ന് ആലോചിച്ചിട്ട് എക്സാമിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് എന്താ വായിക്കേണ്ടതെന്ന് അറിയില്ല, കുറേ സാധനങ്ങൾ പുതിയതായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവുക, ഈ പുതിയ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂല. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കുറേ പേര് ചെയ്യാറുണ്ട്. ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കേണ്ടത്. എക്സാമിൻ്റെ അവസാന ഘട്ട പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഫുൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ കംപ്ലീറ്റ്ലി നമുക്ക് PYQ കിട്ടും അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ LGSന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പ്രീവിയസ് ഇയർ LGS ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ LGSന് പഠിക്കുന്ന ഒരാൾ ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ അയാൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല, അവസാന നിമിഷത്തിൽ ഉള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. LGS മെയിൻ എക്സാം എഴുതുന്നവർ LGS മെയിൻ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതുപോലെ തന്നെ LDC ആണെങ്കിൽ LDCയുടെ പ്രീവിയസ് ഇയർ, ഡിഗ്രി ലെവൽ ആണെങ്കിൽ ഡിഗ്രി ലെവൽ. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് നമ്മുടെ എന്തായാലും നോളജ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. പക്ഷേ അവസാന സമയത്തൊക്കെ നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ്. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ കണ്ടുവരുന്നത് LGSൻ്റെ ആയിരിക്കും നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം, പക്ഷെ അവിടുത്തെ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലായിരിക്കും. അത് ചിലപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഓരോ എക്സാമിനനുസരിച്ചിട്ട് വേണം, ഏത് ലെവലിലുള്ള എക്സാം ആണോ നമ്മൾ എഴുതാൻ പോകുന്നത് ആ ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇനി ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആ എക്സാമിന് എത്ര സമയമാണുള്ളത്, 1.25 മണിക്കൂറിൻ്റെ എക്സാം ആണോ 1.5 മണിക്കൂറിൻ്റെ എക്സാം ആണോ, എത്രയാണോ സമയം, ആ കറക്റ്റ് സമയം നമുക്ക് മോക്ക് ചെയ്യാൻ പറ്റണം. അതിനെയാണ് മോക്ക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1.5 മണിക്കൂറാണ് മെയിൻ എക്സാം എന്നുണ്ടെങ്കിൽ അത് തന്നെ സ്പ്ലിറ്റ് ചെയ്യും. വീട്ടിലല്ലേ എന്ന് വിചാരിച്ച് അരമണിക്കൂർ എക്സാം എഴുതും, പിന്നെ ചിലപ്പോൾ അടുക്കളയത്തെ കാര്യമോ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടായിരിക്കും, പിന്നെ ഒരു അരമണിക്കൂർ, പിന്നെ ഒരു അരമണിക്കൂർ, ഇങ്ങനെ നമ്മൾ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റില്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കരുത്. കാരണം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെയൊക്കെ റിഫ്രഷ് ആവും, പിന്നത്തെ അരമണിക്കൂർ നമുക്ക് ഒന്നുകൂടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എക്സാം ഹാളിൽ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. 1.5 മണിക്കൂർ കറക്റ്റായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അവിടെ യാതൊരു ചീറ്റിങ്ങും അലൗഡ് അല്ല. 1.5 മണിക്കൂർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് കുറച്ചും കൂടെ റിലവൻ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് നമുക്ക് സമയ ആവശ്യത്തിൽ അധികം ലഭിക്കുമായിരുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം സമയം കിട്ടുമായിരുന്നു. പക്ഷേ
പക്ഷേ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കംപ്ലീറ്റ് ഒരു മോക്ക് ടെസ്റ്റ് എക്സാം പ്രിപ്പറേഷന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ പലപ്പോഴും എക്സാമിന് പഠിക്കുമ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞ് സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും എല്ലാവരും പഠിക്കുന്നുണ്ടാവുക. അവസാനത്തെ ഒരു വീക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറൊക്കെ ഉറക്കാനായിട്ട് ശ്രമിക്കുക. അതുവരെ 3 മണിക്കൂർ ഉറങ്ങുന്നവരും 4 മണിക്കൂർ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എക്സാമിനോട് അടുക്കുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഉറങ്ങാനായിട്ട് കണ്ടെത്തണം. കാരണം നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിലൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് സെറ്റ് ആവാനൊക്കെ നല്ല ഉറക്കമൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഉണ്ട് അല്ലേ? കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. പലരും വളരെ സില്ലി ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണിത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ PSC എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിൽ അറിയാം, ഹോൾ ടിക്കറ്റും ID കാർഡും അതുപോലെ പെന്നും, പിന്നെ വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രാൻസ്പാരൻ്റ് ഒരു ബോട്ടിൽ വാട്ടർ, ഇതൊക്കെ PSC അലോ ചെയ്യുന്ന കാര്യങ്ങളാണ്. വാച്ചൊന്നും PSC അലോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഹോൾ ടിക്കറ്റ് അന്ന് രാവിലെ എടുക്കാൻ പോയി കഫേ തുറന്നില്ല, അതുകൊണ്ട് ലേറ്റായി എന്നുള്ള സില്ലി റീസൺസ് ഒന്നും ഒരാളും വരുത്തി വെക്കരുത്. ഇത് ഞാൻ പറയാൻ കാരണം LD ക്ലർക്കിന് നമുക്ക് ആവശ്യത്തിലധികം ദിവസം അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും ആ ഡേറ്റ് കഴിഞ്ഞിട്ട് കുറേ പേര് അപ്ലൈ ചെയ്തിട്ടില്ല, എമർജൻസി അങ്ങനെയുള്ള പല ഇതും കണ്ടു. നമുക്ക് 1 മാസത്തിലധികം സമയം PSC തന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ് അല്ലേ? സോ അങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ് ഒന്നും ആരും ചെയ്യരുത്. നമുക്ക് കുറച്ച് ദിവസം മുന്നേ, ഒരു 2 വീക്സ് മുന്നേ ഒക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് അവൈലബിൾ ആക്കി പിറ്റേ ദിവസം തന്നെ ഒരു 2 കോപ്പി എടുത്ത് വെക്കുക. ഇനി ഒരു കോപ്പി കാണാണ്ടാവണ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് 2 കോപ്പി എടുത്ത് വെക്കുക. ബിഗിനേഴ്സ് ഒക്കെയാണ്, ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹോൾ ടിക്കറ്റിലത്തെ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കണം. ഹോൾ ടിക്കറ്റിൽ നമുക്ക് കാണാം ഏകദേശം നമുക്കൊരു 17ഓളം ID കാർഡുകൾ PSC വാലിഡ് ആയിട്ട് സ്വീകരിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഈ ID കാർഡ് എടുക്കൂ, ഈ ID കാർഡ് എടുക്കൂ. നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റിൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എങ്ങനെയാണ് PSCയുടെ നെഗറ്റീവ് മാർക്കിംഗ്, ഓരോരോ മാർക്കാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നമുക്ക് ലഭിക്കുക. 1/3 ആണ് തെറ്റിയ നമുക്ക് പോകുന്ന സ്കോർ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, 4 ബബിളും എവിടെയാണ്, എങ്ങനെയാണ് മാർക്ക് ചെയ്യണം എന്നൊക്കെ സാമ്പിൾ ഈ അഡ്മിഷൻ ടിക്കറ്റിലുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ അഡ്മിഷൻ ടിക്കറ്റ് ഒരു 10 മിനിറ്റ് എടുത്തിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. സോ ഹോൾ ടിക്കറ്റും ID കാർഡും പെന്നൊക്കെ തലേ ദിവസം തന്നെ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി എക്സാം സെൻറ്ററിലോട്ടൊക്കെ എത്തിപ്പെടാനായിട്ട് ഹറിബറി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ എക്സാം സെൻറ്ററൊക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റ് വഴി നമുക്ക് നേരത്തെ അറിയാവുന്നതാണല്ലേ? അപ്പോൾ ഒരുപാട് ദൂരെയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നേരത്തെ പ്ലാൻ ചെയ്യുക. തലേദിവസം അവിടെ പോയി നിൽക്കേണ്ടതാണെങ്കിൽ അതിനടുത്തിട്ട് ഒരു ലൊക്കേഷനിൽ പോയിട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. അതല്ലാതെ PSCയുടെ ആവശ്യമല്ല നമുക്ക് അവിടെ ജോലി തരിക എന്നുള്ളത്. നമ്മുടെ ആവശ്യമാണ് നമുക്ക് അവിടെ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടതും തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. ഈ ഹോൾ ടിക്കറ്റിൽ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. 1 മിനിറ്റ് 1 സെക്കൻഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമുക്ക് അവിടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. ആ റിപ്പോർട്ടിംഗ് ടൈമിന് ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ തന്നെ അവിടെ എത്തിയാലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ വിശപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ? സോ ലേറ്റ് ആവരുത്. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് കാരണം എക്സാം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരരുത്. ഓക്കെ, ഇനി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എക്സാം ഹാളിലെത്തി. ഇനി അവിടെ നമ്മുടെ പെർഫോമൻസ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ. നമുക്ക് ടെൻഷൻ, നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യാൻ വിചാരിച്ചതിൻ്റെ പകുതി പോലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെൻഷൻ, ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതത്ര കുഴപ്പമില്ല. അത് എക്സാം എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പം അതൊക്കെ പോയിക്കോളും. പക്ഷേ ഒരു ആങ്സൈറ്റി എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇതൊരു കുറച്ചും കൂടി ഒരു ഭയാനകമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഈ എക്സാം തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യണം, എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, ഇത് തന്നെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് റിസൾട്ടിനെ കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആ ആങ്സൈറ്റി വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആരും വേണമെന്ന് വെച്ചിട്ടല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ടെൻഷൻ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരാളും ടെൻഷൻ അടിക്കുന്നില്ല അല്ലേ? ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അത് കിട്ടണം എന്നുള്ളൊരു അഗാധമായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ കാരണമാണ് മെയിനായിട്ട് ഈ ടെൻഷൻ വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളത് കൂടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്.
പലർക്കും പല രീതിയിലായിരിക്കും അവനവരുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ വിശ്വാസികളാണെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അമ്പലത്തിൽ പോവാണ്, പള്ളിയിൽ പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ എക്സാമിന് മുന്നേ അങ്ങനെ വിശ്വാസമുള്ളവർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് വരാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മളൊന്ന് തണുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ റിസൾട്ടിനെ കുറിച്ച് അങ്ങനെ ഓവർ ടെൻഷനൊന്നും അടിക്കാണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ എഴുതും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് എക്സാം ഹാളിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇനി OMR ഫില്ല് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ, നമ്മൾ എക്സാം തുടങ്ങി ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആവുന്നത് എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും മാർക്ക് ചെയ്ത് പോകാറുണ്ട്. നമുക്ക് 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരുപാട് സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് അങ്ങ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് മിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ചെറിയൊരു ഓർഡർ എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഓർഡർ ചൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. അതെങ്ങനെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് മോക്ക് ടെസ്റ്റുകൾ, അതായത് കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ നമുക്ക് പഠിത്തത്തോടൊപ്പം കൊണ്ടുപോകാം. പക്ഷേ റിവിഷൻ്റെ സമയത്ത്, നമ്മൾ അവസാനവട്ട റിവിഷൻ്റെ സമയത്ത് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ട്രോങ് ഏരിയാസ് എവിടെയാണ്, എവിടെ നിന്ന് ആദ്യം ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് എഴുതി പോയിരുന്നത്. ഏതാണോ ആദ്യം വരുന്നത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോകും എന്നുള്ളൊരു രീതിക്കായിരുന്നു ആദ്യത്തെ എൻ്റെ PSC എക്സാമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഇങ്ങനെ ചില ഏരിയാസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് ഓരോ എക്സാമിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രിലിമിനറി എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന് ഇപ്പോൾ 20 മാർക്കുള്ള എക്സാംസ് ഉണ്ട്, മാത്സിന് 20 മാർക്കുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. 20 മാർക്ക് മാത്സിന് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം മാത്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ അറിയില്ല, മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. 1 മണിക്കൂർ അത് ചെയ്തിരുന്നു, പിന്നെ അരമണിക്കൂർ അല്ലെങ്കിൽ ബാക്കിയുള്ള 15 മിനിറ്റ് ബാക്കി എല്ലാ സബ്ജക്ട്സും ഓടി എത്താമെന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സെയിം ലെവൽ എക്സാമിൻ്റെ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ മാത്സ് ആണ് ആദ്യം ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിലൊക്കെ നമുക്ക് മാത്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ചിലപ്പോൾ നമുക്കത് ആൻസർ എല്ലാത്തിൻ്റെയും കിട്ടിക്കൊള്ളണമെന്നില്ല, പലതിൻ്റെയും ആൻസർ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ തന്നെ കുത്തിപ്പിടിച്ച് ഒരുപാട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് സമയം അതിന് മാറ്റി വെച്ചിട്ട് അത് ചെയ്യുക. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മലയാളമൊക്കെ ഏറ്റവും ലാസ്റ്റത്തേക്കാണ് വെക്കാറ്. എനിക്ക് ആ സബ്ജക്ട്സ് തോന്നിയേക്കുന്നത് അതെനിക്ക് അത്ര ഒരു കൺഫ്യൂഷൻ വരാറില്ല. ഒന്നെങ്കിൽ എനിക്ക് അതിൻ്റെ ആൻസർ അറിയാം, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആൻസർ അറിയില്ല. അതല്ലാണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്ക് ഈ 2 സബ്ജക്റ്റിലും വരാറില്ല. അതുകൊണ്ട് അവസാനത്തേക്ക് മാറ്റി വെച്ചാലും അവസാനത്തെ ഒരു ഹറിബറിയിൽ ഇതിനെ തന്നെ ഈ ഒരു 2 സബ്ജക്റ്റ് എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കുറച്ച് സമയം ആവശ്യമുള്ളതുകൊണ്ട് മാത്സ് ചെയ്ത ശേഷം ബാക്കി GK പോർഷൻസ് അവസാനമാണ് ഞാൻ ഇംഗ്ലീഷ് മലയാളം ചെയ്യാറ്. പക്ഷേ പലരും ഇംഗ്ലീഷ് മലയാളം വെച്ച് തുടങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നവരുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ബാക്കി സബ്ജക്ട്സിന് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാണ് നല്ലത്. പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മാർക്ക് ചെയ്ത് പോകണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പലപ്പോഴും PSC ശരിയായവ ഏതെല്ലാം എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ശരിയല്ലാത്തത് ഏതെല്ലാം എന്നൊക്കെ ചോദിക്കും. ശരി എന്നുള്ള വാക്ക് മാത്രമായിരിക്കും എക്സാം ഹാളിൽ നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ശരിയായത് ചൂസ് ചെയ്യും. പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക തെറ്റായി പോയി എന്നുള്ളത്. നമ്മുടെ 12th ഫെയിൽ എന്ന് പറഞ്ഞ മൂവിയിൽ കണ്ടിട്ടുണ്ടല്ലോ, എക്സാമിന് ചോദിച്ചത് എന്തായിരുന്നു? ടൂറിസത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. സിവിൽ സർവൻറ്റ് ആസ്പിരൻറ്റിൻ്റെ കഥയാണ് 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുകയാണെങ്കിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുന്നില്ല. അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടൂറിസത്തെ പറ്റിയിട്ട് എഴുതാനായിരുന്നു.
പക്ഷേ കഥയിലെ നായകൻ വായിക്കുന്നത് എന്താണ്? ടെററിസം ആയിട്ടാണ് വായിക്കുന്നത്. എൻറ്റയർ മാറിപ്പോയി അല്ലേ, എൻറ്റയർ ആ വേർഡേ മാറിപ്പോയി, ആ മീനിങ്ങേ മാറിപ്പോയി, ആ എക്സാമിന് ക്വാളിഫൈ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വായിക്കണം. എസ്പെഷ്യലി ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിച്ചേക്കണത് എന്താണ്, ശരിയായവയാണോ ശരിയല്ലാത്തവയാണോ എന്നുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ദെൻ പലർക്കും എക്സാം ഹാളിൽ ടീച്ചറിനോട് ടൈം ചോദിക്കാൻ മടിയാണ്. ഇതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള മടികളൊന്നും നമുക്ക് വേണ്ട അല്ലേ. കറക്റ്റ് PSCയുടെ റൂൾ പ്രകാരം അരമണിക്കൂർ കൂടുമ്പോൾ, പിന്നെ അവസാനത്തെ 15 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് വാർണിംഗ് ബെൽസ് തരേണ്ടതാണ്. ചില സ്കൂൾസിലൊന്നും ഞാനത് കേട്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ എക്സാം എഴുതണതിൻ്റെ ഉള്ളിലായി പോയത് കൊണ്ടാണോ ബാക്കിയുള്ള നോയ്സ് കൊണ്ടാണോ പലപ്പോഴും കേൾക്കാറില്ല. ഇപ്പോഴത്തെ PSC എക്സാമുകൾക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ സമയം ചോദിക്കാൻ നമുക്ക് അറിയുന്നില്ലെങ്കിൽ സമയം ചോദിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. കാരണം ഓരോ അരമണിക്കൂറും അല്ലെങ്കിൽ ഓരോ 1 മിനിറ്റും ഓരോ സെക്കൻഡ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു എക്സാം ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം ചോദിക്കുന്ന ഒരാളാണ്. എത്ര സമയമായി ആ സ്കൂളിൽ ബെല്ലടിക്കണത് ഞാൻ ഇതുപോലെ കേട്ടൂല. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്നെ യാതൊരു പരിചയമില്ലാത്ത ഒരു കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സമയം ചോദിച്ചത് നന്നായി, എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു, ഇയാൾ ചോദിച്ചതുകൊണ്ട് എനിക്കത് ഹെൽപ്ഫുള്ളായി, അതിനനുസരിച്ചിട്ട് എനിക്കും എഴുതാൻ പറ്റിയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ് നമ്മൾ വരുത്താനേ പാടില്ല അല്ലേ. തീർച്ചയായിട്ടും അവിടെയുള്ള ടീച്ചർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരത് ആൻസർ ചെയ്യും. വളരെ സിമ്പിളായിട്ട് അവർ സമയമൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഞാൻ ഇൻട്രോവേർട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കരുത്. സമയമൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് എഴുതാനും പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഓരോ എക്സാമിനും ഒരു എക്സാം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ എക്സാമിൻ്റെ ലെവൽ എളുപ്പമായിരുന്നോ ടഫായിരുന്നോ ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് ഒക്കെ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും ഇതിന് മുന്നേ തന്നെ കട്ട് ഓഫ് മാർക്ക് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ അടുത്ത LD ക്ലർക്ക് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് പലരും ചോദിക്കുന്നത് 50 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയോ, 60 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയോ, നമുക്ക് കയറാൻ പറ്റുമോ, നമുക്ക് റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് ഒരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എക്സാം കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ എക്സാമിൻ്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ 90 എബോവ് സ്കോർ ചെയ്തവരായിരിക്കും ആ പെർട്ടിക്കുലർ എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യത്തെ വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും. ചിലപ്പോൾ 30 ശരിയാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ ഫിസിക്കലൊക്കെയുള്ള എക്സാമുകളാണെങ്കിൽ 30 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ എക്സാമുകൾക്ക് വളരെ ഹൈ മാർക്കാണ് അല്ലേ. അപ്പോൾ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് പറ്റും. ഇത് ഇത്ര 80 എണ്ണം എഴുതണം എന്നുള്ളൊരു വാശിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് അടിക്കാനാണ് ഇപ്പോഴത്തെ എക്സാമുകൾക്ക് സാധ്യത. അപ്പോൾ എക്സാമിന് മുന്നേ തന്നെ ഇങ്ങനത്തെ കട്ട് ഓഫ് പ്രവചനങ്ങൾക്കൊന്നും പുറകെ പോവാതിരിക്കുക. നമ്മൾ നന്നായിട്ട് എക്സാം എഴുതുക, നമ്മൾ പഠിച്ചത് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതുക. പിന്നെ എക്സാം ഹോളിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അധികം ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ മെയിൻ എക്സാം ഒക്കെ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. പ്രിലിമിനറി ഒക്കെ ആണെങ്കിൽ വെറുതെ എക്സാം വീട്ടുകാർ നിർബന്ധിച്ചിട്ട് എക്സാം എഴുതാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. അവരപ്പുറത്തിരുന്ന് ചിലപ്പോൾ കളിക്കുണ്ടാവും, ഉറങ്ങുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവർക്ക് ജോലി കിട്ടിയിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വന്നേക്കുന്നത് എക്സാം എഴുതിയിട്ട് ജോലി മേടിക്കാനാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എക്സാം ഹോളത്തെ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷനൊന്നും വേണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ ആൻസർ പേപ്പറിലും ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു PSC എക്സാമിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ടെൻഷനൊക്കെ മാക്സിമം കുറച്ച്, നമ്മുടെ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ മാക്സിമം കുറച്ച് കൂളായിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ഓവറായിട്ട് കൺസേൺഡ് ആവണ്ട. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ് എന്നാണ് അല്ലേ. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്യാം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.